പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ബാബുവുമായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ ബന്ധപ്പെട്ടവരാണ്. അവരുടെ മുമ്പിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാബുവിനെ അനുസ്മരിക്കേണ്ടി വരും എന്ന് സ്വപ്നേബി നാം ആരും ചിന്തിച്ചതല്ല. പക്ഷെ അവിടേക്ക് എത്തേണ്ടി വന്നു. ബാബു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ എനിക്കറിയാം, കലാകാരൻ എന്ന നിലയിൽ ഇവിടെ പരാമർശിച്ച എല്ലാ തലങ്ങളിലും നമുക്കറിയാം. ഒരു നാട്ടിൻപുറത്ത് നിന്ന്, പ്രത്യേകിച്ച് മുറുക്കനിക്കര പോലെ ഒരു സ്ഥലത്ത് നമ്മുടെ നല്ല വിപ്ലവാശയങ്ങളുടെ വളക്കൂറുള്ളൊരു മണ്ണ്, എല്ലാ അനീതികളോടും അനീതികൾക്കെതിരായിട്ടുള്ള പ്രതികരണവും പോരാട്ടവും ചെറുത്തുനിൽപ്പും ഒക്കെ നടക്കുന്ന പ്രദേശം. അവിടെ നിന്ന് വരുന്ന സാമൂഹ്യമായ വലിയ അനീതികളുടെ പാത്രമാകുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു കറതീർന്ന, പിന്നീട് നാം അറിയുന്ന ബാബുവായിട്ടൊന്നുമല്ല, വളരെ ചഞ്ചല ചിത്തനായ ഒരാളായിട്ട്, ഒരു ദുർബലനായിട്ടുള്ളൊരു കലാകാരനായിട്ടൊക്കെയാണ് വേണമെങ്കിൽ അന്ന് ബാബു വരുമ്പോൾ നമ്മൾ കാണുക. കേരളോർമ്മയിലെ ചെറിയ കാലത്തിൻ്റെ പരിശീലനത്തിൽ നിന്ന് അവിടെ എത്തുമ്പോഴുള്ള ബാബു അല്ല പിന്നീട്. ബാബുവിലെ മാറ്റം വളരെ നമുക്ക് കണ്ടറിയാൻ സാധിക്കുമായിരുന്നു. സഖാവ് രാജൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി സംഘടനാ രംഗത്തെ ഒരു പോരാളിയായി എന്തിനേയും അതിജീവിക്കാൻ കരുത്തുള്ള ഒരു കലാകാരന് അങ്ങനെ ഒരു പോരാളിയാകാൻ, ആക്ടിവിസ്റ്റ് ആവാൻ ഈ നിലയിൽ സാധിക്കുമെന്ന് വെച്ചാൽ സാധിക്കുമെന്ന് തെളിയിച്ചു സഖാവ് ബാബു. പിന്നീട് CPIM-ന്റെ അംഗമായി, പ്രവർത്തകനായി തൻ്റെ പക്ഷമെന്താണ്, താൻ ഉൾപ്പെട്ട സമൂഹമൊക്കെ അനുഭവിക്കുന്ന ആ അനീതികളോട്, അതിന് പരിഹാരത്തിന് എന്താണ് വഴി, ആ വഴിയെ സംബന്ധിച്ച് നല്ല തെളിച്ചമുള്ള ധാരണയുണ്ടായി. ദേശാഭിമാനിയുടെ ലേഖനം നിലയ്ക്ക് ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അവസാനം കാണുന്നതും സഖാവ് രാജൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന വേളയിലാണ്. ഒരു ഭാഗത്ത് സ്ഥാനാർത്ഥി പര്യടനത്തിന്, സ്വീകരണത്തിന് മേളവുമായി നിൽക്കും. പിന്നീട് അപ്പുറത്ത് പോയിട്ട് ദേശാഭിമാനി ലേഖകനായി പത്രപ്രവർത്തകൻ്റെ, അത് ദേശാഭിമാനിക്ക് മാത്രം കൊടുത്താൽ പോരാ, അവിടെ എല്ലായ്പ്പോഴും വരാത്ത പത്രങ്ങൾക്ക് ഈ കുറിപ്പൊക്കെ എഴുതി തയ്യാറാക്കി മറ്റ് പത്രങ്ങൾക്കും കൊടുക്കേണ്ടുന്ന ബാബുവിനെയാണ് പലപ്പോഴും അവർ വിളിക്കുക. ഇലക്ഷൻ സംവിധാനത്തിൻ്റെ മീഡിയ ഇതിനകത്ത് അതിന് പോലും ഈ ഇടപെടലുണ്ട്. എന്താണ് ബാബു? വ്യക്തിഗതമായി ബാബു എന്തെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ അനീതികൾക്കെതിരായ ഒരു പ്രതിരോധം ചെറുപ്പം മുതലേ ഉള്ളിലേന്തിയ ഒരാൾ, ആ അനീതിയെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ, ഒരുപക്ഷെ വേറെ ചില സ്ഥലങ്ങളുണ്ടാകുന്നത് പോലെ അനീതിയോട് എതിരിടുകയും അത് മറ്റൊരനീതിയായി മാറുകയും ചെയ്യുന്നിടത്ത് കൃത്യമായി തനിക്ക് തെളിച്ചമുള്ള ഒരു ധാരണയോടുകൂടി ആ അനീതിക്കെതിരായി പൊരുതുന്ന പൊതു പോരാട്ടത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, മറ്റുള്ളവർക്ക് ആർക്കുമില്ലാതെ എനിക്കൊരു മോചനം, അങ്ങനൊരു മോചനം ബാബു ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നത് ബാബുവിനെ തീർച്ചയായും വളരെ ഉയർന്ന നിലയിൽ കാണാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഈ വേളയിൽ സൂചിപ്പിക്കുകയാണ്. വേദനിപ്പിക്കുന്ന ഒരു അനുഭവം, അപ്രതീക്ഷിതമായി മരണം ബാബുവിനെ തട്ടിയെടുത്തു എന്ന് മാത്രമല്ല, ആ മരണവിവരം യാദൃശ്ചികമായാണ് ഞാൻ അറിഞ്ഞത് എന്നുള്ളതാണ്. പല നിലയിലും ഏറ്റവും ആദ്യം അറിയേണ്ടുന്ന ആളുകൾ ഒരാളാണെന്നാണ് എൻ്റെ ധാരണ. പക്ഷേ ദേശാഭിമാനിയുടെ ചരമ പേജിലാണെങ്കിൽ ചിലപ്പോൾ രാവിലത്തെ പത്രവായനയിൽ എപ്പോഴും നോക്കിക്കൊള്ളണമെന്നില്ല. ബാക്ക് പേജിലായതുകൊണ്ട് മാത്രമാണ് കണ്ടത്.
ഞാനിവിടെ ഇല്ലാതിരുന്നിട്ടും ഓടി അവിടെ എത്തുമ്പോഴത്തേക്കല്ലേ എടുക്കേണ്ട സമയം എനിക്ക് വേണ്ടി കുറച്ച് അവിടെ കാത്തു നിൽക്കുന്ന സ്ഥിതി ഉണ്ടായി. കാണാൻ അവസരമുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. കാണാതിരിക്കാനാവാത്തതാണ് എന്നുള്ളതായിരുന്നു എൻ്റെയും ചിന്ത. ഒരു വാക്കുകൂടി, ഇത്ര വേഗം ഇത്ര മനോഹരമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഈ വേദിയിലിരിക്കുന്നവരെക്കാൾ വളരെ പ്രഗത്ഭരും അല്ലേ ഇവിടെ ഉണ്ടാവേണ്ടുന്ന ഒരുപാട് പേര് താഴെ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ പല സെഷനുകളിലായി പങ്കെടുക്കുന്നവരുണ്ട്. അല്ലെങ്കിലും അവരെല്ലാം ബാബുവിൽ കണ്ട സവിശേഷത, ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിൽ, കലാകാരൻ എന്നുള്ള നിലയിൽ, ഒരു പോരാളി എന്ന നിലയിലെല്ലാം കണ്ട ആ പ്രത്യേകതകളോട് കൂടിയാണ് എത്തിയത്. ഈ സന്ദർഭത്തിൽ ഇതിന് മുൻകൈയെടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. സഖാവിൻ്റെ ബാബുവിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ്സുനിക്കുന്നു. ശ്രീ കെ ഗിരീഷ് കുമാർ അനുസ്മരിച്ച് സംസാരിക്കും. ഏറെ സ്നേഹത്തോടെ ഗിരീഷേട്ടനെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ബാബുവിനെ അവസാനമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. വരാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയതായിരുന്നു. അക്കാര്യം ഡേയ്സായിട്ടും മറ്റ് പല സുഹൃത്തുക്കളും പ്രിയരും പലരുമായിട്ടും അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരാളെ ആദ്യം കണ്ടത് എപ്പോഴാണെന്ന് പലപ്പോഴും ഓർമ്മയുണ്ടാവില്ല, സുഹൃത്തുക്കൾ പ്രത്യേകിച്ചും. കുറേ കാലം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ എത്രയോ കാലമായിട്ട് അയാളെ അറിയാം എന്ന് മാത്രമാണ് നമ്മൾ പറയും. പക്ഷെ എനിക്ക് ബാബുവിനെ ആദ്യം കണ്ട ദിവസം ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കേരള കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ, ബാബു പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിനൊന്ന് ജോയിൻ ചെയ്തു. എന്നേക്കാൾ 6 വയസ്സ് മൂപ്പുണ്ട്. SFIയുടെ ബാനറിൻ്റെ മുകളിൽ ഒരാൾ കല്ലെറിയുന്നു. നോക്കുമ്പോൾ അത് ബാബുവാണ്. ആരുടെ SFIയുടെ ബാനറിന് കല്ലെറിയാനെന്നാണ്. ഞാൻ സജീവ SFI പ്രവർത്തകനാണ്. ഉടക്കിക്കൊണ്ടാണ് ബാബുവായിട്ട് ആദ്യം ഞാൻ പറഞ്ഞു, നീ വന്ന് മൂർത്തിരിക്കരയിൽ ചോദിച്ചാൽ മതി, ഏത് ബാനറിന് കല്ലെറിയാൻ പ്രാപ്തനായിട്ടുള്ള ഒരു ബാബു ഉണ്ടാവും, അപ്പോൾ നിനക്കറിയാമെന്ന്. അപ്പോഴാണ് എനിക്കുള്ള വലിപ്പം മനസ്സിലായത്. അയാളന്ന് ലോക്കൽ കമ്മിറ്റിയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സജീവ രാഷ്ട്രീയക്കാരനായിരുന്നു. തമാശയ്ക്ക് ഒരു കാര്യം ചെയ്തതാണത്. അന്ന് മുതലുള്ള ബന്ധമാണ് എനിക്ക് ബാബുവായിട്ട്. പിന്നീടത് വളർന്നത് നാടകത്തിലൂടെയാണ്. കുറച്ചു കാലം KVS പ്രവർത്തനവും ഇതൊക്കെ ബന്ധപ്പെട്ട് ഞാൻ കേരള കോളേജിൽ നിന്ന് 2 വർഷത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു. പിന്നീട് MAക്ക് തിരിച്ചു ചെല്ലുമ്പോൾ രാജ് തോമസുമായിട്ട് ബാബുവോട് കാത്തു നിൽക്കണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചെമ്പകരാമൻ എന്നുള്ള നാടകം കളിക്കാനാണ് പിന്നീട്. അന്ന് മുതൽ ഈ ബാബുവിടെ പലരും പറഞ്ഞ പോലെ ഈ കലകൾ, പാട്ട്, കൊമ്പ് പറ്റവൻ്റെ ഒരു പ്രത്യേക ഒരു ഐറ്റം തന്നെയായിരുന്നു. ആ പാട്ട് പാടൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പ്രോത്സാഹനമായിട്ട് മുഖം ഗ്രാമീണ നാടകവേദിയിലെ പാട്ട് ഞങ്ങളെല്ലാവരും കൂടി പ്രോഗ്രാം നടത്തുന്നു. ഈ ബാബുവിനെ അവസാനമായിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ വേദനിക്കുന്ന മറ്റൊരു ഓർമ്മ, ബാബുവിൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ കിടന്നായിരുന്നു മരിച്ചതെന്ന്. ബാബുവിൻ്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അന്ന് ബാബുവിൻ്റെ വീട് ഒരു കുന്നിൻ്റെ മുകളിലൊരു വീടാണ്. ഞാൻ ആംബുലൻസിൽ നിന്ന് ബാബുവിന് തീരെ നിൽക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഭയങ്കര സങ്കടവും പ്രശ്നം നിൽക്കുന്നത്. ഞാനാണ് അവൻ്റെ അച്ഛനെ കയ്യിലെടുക്കുന്നത്. ആ കുന്നിൻ്റെ മുകളിലേക്ക് ഞാനാണ് താങ്ങി വീട്ടിൽ കൊണ്ട് കിടത്തുന്നത്. എന്നിട്ട് ബാബു 2 ദിവസം, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് മരിച്ചു പോയി. അച്ഛൻ സത്യത്തിൽ നിൻ്റെ കയ്യിൽ കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നടാ എന്ന് എന്നോട് ബാബു പറഞ്ഞിട്ടുണ്ട്. ബാബുവിനെ കുറിച്ചുള്ള മറ്റൊരു സാധാരണ ഇപ്പോൾ ആരും പറയാത്ത മറ്റൊരു ഓർമ്മ, 95 മുതൽ 2000 വരെയുള്ള ഒരു കാലയളവിൽ തൃശ്ശൂർ പട്ടാളം റോട്ടിൽ ഹരിത പുസ്തക കേന്ദ്രം എന്നൊരു ഷോപ്പുണ്ടായിരുന്നു. നമ്മുടെ മിക്കവാറും എല്ലാ സുഹൃത്തുക്കളും അവിടെ വരാറുണ്ടായിരുന്നു. അക്കാലത്ത് ബാബുവും അവിടെ സജീവമായിട്ട് അവിടെ കാണും. അക്കാലത്താണ് ബാബു അംബേദ്കറെ പറ്റി എന്നോട് സംസാരിക്കുന്നത്. അംബേദ്കറേറ്റായ ഒരു ബാബു ഉണ്ടായിരുന്നു. മുഖ്യധാര ഇടതുപക്ഷം വർഗപരമായിട്ട് മാത്രമല്ല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്, വർഗേതരമായിട്ട് കൂടിയാണ്. അതിൽ ദളിത് ഇഷ്യൂസിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് വളരെ സൈദ്ധാന്തിക ലെവലിൽ സംസാരിക്കുന്ന പോലെ ബാബു അക്കാലത്ത് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബാബു ഉണ്ട്. ആ കാര്യത്തിന് ശേഷം പിന്നീട് ബാബു ആ വിഷയം എല്ലാ കാലത്തും മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ സജീവ പ്രവർത്തനമായിരിക്കുമ്പോൾ തന്നെയും
ഈ ദളിത് ഇഷ്യൂ എല്ലാ കാലത്തും ബാബു ഉയർത്തി പറയുമായിരുന്നു. അത് അഭിമാനത്തോടെ പറയുമായിരുന്നു. അവിടെ ഡേവിസ് ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ ഒരിക്കൽ എഴുതിയിരുന്നു, ഒരു കടയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും തുണി സെലക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പട്ടികജാതിക്കാർക്കുള്ളത് ആദ്യം വെറുതെ വലിച്ചു വാരിയിടല്ലേ എന്ന് പറയുന്നൊരു ബാബുവിനെ അറിയാമെന്ന് എഴുതിയിരുന്നു. അത് സത്യം തന്നെയാണ്. ഏത് സമയത്തും അത് പറയാൻ, അത് പറഞ്ഞുകൊണ്ട് മാത്രമേ, ജാതി പറഞ്ഞുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ഉറച്ച ബോധ്യമുള്ള ഒരു ബാബു ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഇങ്ങനൊരു നിമിഷം അതത്ര എളുപ്പമുള്ള ഒരു നിമിഷമല്ല. ഈ മറ്റെല്ലാ ബന്ധങ്ങളിലും നമുക്ക് ഉപാധികളുണ്ടാവും. ഈ അച്ഛൻ, അമ്മ, അനിയത്തി, അനിയൻ, മകൻ, മകൾ, ഇതിലൊക്കെ ഓരോ തരം ഉപാധികളുണ്ട്. പലപ്പോഴും ഈ ഉപാധി ഇല്ലാത്ത ഒരു ബന്ധം എന്ന് പറയുന്നത് സൗഹൃദമാണ്. ഒരു സുഹൃത്ത് അയാൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അയാൾ ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ബാബുവിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ മനസ്സിലുള്ള ബാബുവിന് വേണ്ടി. അതെങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രാഥമിക കാര്യങ്ങൾ ഞാൻ ചില ആളുകളായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ ഞാനുണ്ടാവും എന്ന ഒരൊറ്റ വാക്കേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.